ഭരണഘടനാ ഭേദഗതിക്ക് മേൽ ചർച്ച ലോക്സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രതാപ് ചന്ദ്ര സാരംഗി ഒഡീഷയിൽ നിന്നുള്ള BJP MP സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ 4 മണിക്ക് സഭയിൽ വോട്ടെടുപ്പ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ചർച്ച അവസാനിച്ചിട്ടില്ല. ചർച്ച പൂർത്തിയാവാൻ സമയമെടുക്കും. വോട്ടെടുപ്പിന് 7 മണിയെങ്കിലും ആകും എന്നുള്ളതാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. ബസന്ത് തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബസന്ത്, 4 മണിക്ക് വോട്ടിടാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ചർച്ച അവസാനിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴേക്ക് വോട്ടിംഗ് ഉണ്ടാവും? അഭിലാഷ്, 7 മണിക്കായിരിക്കും വോട്ടിംഗ്. കാരണം 6 മണിക്കാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ചയ്ക്ക് മറുപടി പറയാൻ തീരുമാനിച്ചിട്ടുള്ളത്. 6 മണിക്ക് മറുപടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 3/4 മണിക്കൂറോളം അത് പിന്നെ അദ്ദേഹത്തിന്റെ മറുപടി തുടരും. അത് കഴിഞ്ഞ് മറുപടി വരികയാണെങ്കിൽ 7 മണി വോട്ടെടുപ്പ് 7 മണിയോടുകൂടി മാത്രമേ ആരംഭിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഈ 50% സീറ്റുകളുടെ വർധന എല്ലാ സംസ്ഥാനങ്ങൾക്കും യൂണിഫോമായിട്ട് ആനുപാതികമായി 50% വർദ്ധിപ്പിക്കാമെന്നുള്ളൊരു ഉറപ്പ് നിയമം അവതരിപ്പിച്ചുകൊണ്ട് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്നലെ വാക്കാൽ നൽകിയിരുന്നു. ഇതെങ്ങനെ ബില്ലിന്റെ ഭാഗമാക്കാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ ഇത് നടപ്പാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഞാൻ വിശദീകരണം നാളെ നൽകാമെന്നതിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനി ആ വിശദീകരണം എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും പ്രതിപക്ഷം ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലത്തെ മീറ്റിംഗിൽ പൂർണ്ണമായും ഈ 3 ബില്ലുകളെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ്. ഏത് രൂപത്തിൽ വന്നാലും, അതായത് 50% വർധന എന്നുള്ളതായിരുന്നാലും അത് അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം നിൽക്കുന്നത് എന്നുള്ളതാണ് രാവിലെ KC വേണുഗോപാലും NK പ്രേമചന്ദ്രനും നമ്മോട് പറഞ്ഞതും അത് തന്നെയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ 3 ബില്ലുകളും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ബില്ലിന്റെ ഷെഡ്യൂളിന്റെ ഭാഗത്തിൽ ഇത് കൊണ്ടുവരാനുള്ള ചിലപ്പോൾ ഒരു നിർദ്ദേശം വന്നിരിക്കാം, അല്ലെങ്കിൽ ഭേദഗതിയായിട്ട് വരാനുള്ള സാധ്യത. ഇതൊക്കെ സാധ്യതകളാണ്. പക്ഷേ എത്രത്തോളം ഇനി അത് ഈ വൈകിയ വേളയിൽ അത് നടക്കുമെന്നറിയില്ല. കാരണം പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന പോലും ഒരു മനസാക്ഷി വോട്ടിനുള്ളതാണ്. എല്ലാവരും മനസാക്ഷിക്ക് അനുസരിച്ച് ചിന്തിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ സർക്കാരും ഇക്കാര്യത്തിലുള്ള പ്രതീക്ഷകളൊക്കെ തന്നെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെ ഇത് ഒരു ബില്ലിന്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യത്തിലുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണമാണ് ഈ വിഷയത്തിൽ നൽകുന്നതെന്നാണ് അറിയേണ്ടത്. 7 മണിയോട് അടുപ്പിച്ച് മാത്രമേ വോട്ടെടുപ്പ് നടക്കുകയുള്ളൂ. അത് നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. തീർച്ചയായിട്ടും ബസന്ത്, ഇപ്പോൾ കേരളത്തിന്റെ ഇപ്പോഴത്തെ ലോക്സഭയിലെ ഷെയർ എന്ന് പറയുന്നത് 3.7 ആണ്. അത് നിലനിർത്തുന്ന വിധത്തിൽ 30 സീറ്റിന്റെ എണ്ണം ഉയർത്തുക, ദക്ഷിണേന്ത്യയുടെ ആകെ 24% മെയിൻറ്റെയിൻ ചെയ്യുന്ന വിധത്തിൽ സംസ്ഥാനങ്ങളിലെല്ലാം സീറ്റ് വർധന വരുത്തുക. അങ്ങനെ ഒരു സംസ്ഥാനത്തിനും റേഷ്യോ അനുസരിച്ച് നഷ്ടമുണ്ടാവാതെ അനുപാതം ഇപ്പോൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് പോകുമെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അത് ബില്ലിൽ പറഞ്ഞിട്ടില്ല. അതൊരു ഷെഡ്യൂളായി അവതരിപ്പിക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അമിത്ഷായുടെ മറുപടി പ്രസംഗത്തിൽ ഇപ്പോൾ ബില്ലിലില്ലാത്ത, വാക്കിൽ മാത്രം പറയുന്ന കാര്യം ഔദ്യോഗികമായി വരാൻ സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞു, ഈ വൈകിയ വേളയിൽ ഇനി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരാനുള്ള ഒരു സാധ്യതയില്ല. മാത്രമല്ല, ഇപ്പോഴത്തെ പ്രസംഗങ്ങളുടെ ഒരു രൂപം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അന്യോന്യം ഇത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ബില്ല് പാസ്സാകില്ല എന്ന് BJPയും പാസ്സാക്കരുത് എന്നുള്ള തലത്തിലേക്ക് പ്രതിപക്ഷവും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ള ഒരു ഘട്ടമാണിത്. അപ്പോൾ ഇനി അതിനുള്ളൊരു സാഹചര്യം ഇല്ല. അതായത് നേരത്തെ തന്നെ ഈ 50% വർധന എന്നുള്ളത് സർക്കാർ വൃത്തങ്ങൾ പുറത്തു വിട്ടിരുന്ന വിവരങ്ങളായിരുന്നു. അതായത് 50% സീറ്റുകൾ 2011 സെൻസസിൻ്റെ കണക്കനുസരിച്ചിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ ജനസംഖ്യ അനുപാതികം ആയിരിക്കില്ല സീറ്റ് നിർണയം എന്നുള്ളതും 50% വർധന എല്ലാവർക്കും കൊടുക്കാമെന്നുള്ള തരത്തിലുള്ള വാക്കാലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് വൃത്തങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബില്ലിൻ്റെ ഭാഗമായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇത് ബില്ലിൻ്റെ ഭാഗമാക്കാനുള്ള ഇനി വൈകിയ വേളയിൽ ഭരണഘടനയുടെ ഭാഗമാക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. കാരണം ഈ 81ാം അനുച്ഛേദം എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ ഒന്നിച്ച് നീങ്ങുന്നതാണ്. അതായത് സെൻസസ് കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ എന്നുള്ളതാണ് ആ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറ്റി ഇപ്പോൾ സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതി യഥാർത്ഥത്തിൽ ഒരു നിയമനിർമ്മാണത്തിലൂടെ സർക്കാരിന് ഏത് സമയവും ഡീലിമിറ്റേഷൻ നടത്താം, സർക്കാരിന് ഏത് സെൻസസാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതായത് ഭരണഘടനാ ബാധ്യത എന്നുള്ളതിനപ്പുറത്തേക്ക് മാറി ഒരു നിയമനിർമ്മാണത്തിലൂടെ ഏത് സമയത്തേക്കും ഇത് വെക്കാം എന്നുള്ളതാണ്. ഏത് സമയത്തും ഏത് ഘട്ടത്തിലും സർക്കാരിനൊരു ഡീലിമിറ്റേഷൻ പ്രഖ്യാപിക്കാം. 2011 സെൻസസ് എടുക്കണോ, അതോ അതിന് മുമ്പ് 71 നടന്ന സെൻസസ് എടുക്കണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സർക്കാരിന് തീരുമാനമെടുക്കത്തക്ക ലൈനിലേക്കുള്ള ഒരു നിയമനിർമ്മാണമാണ് പോകുന്നത്. അതിനോട് യോജിക്കാൻ
കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ആഭ്യന്തരമന്ത്രി ഇതിൽ ഇനി എന്ത് വിശദീകരണം നൽകുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ 3 ബില്ലുകളും അവതരിപ്പിച്ച രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഇന്ത്യൻ പാർലമെന്റിൽ വലിയ പോരാട്ടം നടക്കുന്നു. 7 മണിക്കാണ് വോട്ടെടുപ്പ്. 3-2 ഭൂരിപക്ഷം. ഭരണഘടനാ ഭേദഗതിക്ക് 3-2 ഭൂരിപക്ഷത്തിന്റെ ആവശ്യമുണ്ട്. 3-2 ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ 360 MP-മാരുടെ പിന്തുണയാണ്. നിലവിൽ 300 MP-മാരുടെ പിന്തുണയാണ് പരമാവധി ഭരണപക്ഷത്തിന് കിട്ടുക. ആ സാഹചര്യത്തിൽ എന്തായാലും ഈ ഭരണഘടനാ ഭേദഗതി ലോക്സഭ കടക്കില്ല. പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുന്നു, ഇന്ത്യ മുന്നണി കക്ഷികൾ ഒരുമിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് ഈ ഭരണഘടനാ ഭേദഗതി ലോക്സഭയിൽ പരാജയപ്പെടാനുള്ള സാധ്യതയാണ്. 7 മണിക്കാണ് വോട്ടെടുപ്പ് നടക്കുക. 6 മണിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയും. ആ മറുപടിക്കൊപ്പം ഈ 50% ഇൻക്രീസ് എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായി എന്നത് എൻഷുർ ചെയ്യുന്ന എന്ത് കാര്യമുണ്ടാകുമെന്നുള്ളത് കൂടി കാത്തിരിക്കുകയാണ്.